ഇതിഹാസ താരമായ ലയണൽ മെസ്സി ഇന്റർ മിയാമി എന്ന അമേരിക്കൻ ക്ലബ്ബിലേക്ക് എത്തിയതിനു ശേഷം 2 കിരീടങ്ങളാണ് ഇപ്പോൾ ഇന്റർ മിയാമി നേടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് MLS എന്ന ലീഗിലെ ഏറ്റവും താഴെ സ്ഥാനം നേടുന്ന ടീമായിരുന്നു ഇന്റർ മിയാമി. ഇപ്പോഴത്തെ 2024 MLS സപ്പോർട്ടിംഗ് ഷീൽഡ് ട്രോഫി നേടിയതിനു ശേഷം ഇതിഹാസ താരമായ ലയണൽ മെസ്സിയോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ് ഏറ്റവും താഴെ നിന്നിരുന്ന ഇന്റർ മിയാമി എന്ന ക്ലബിനെ ചാമ്പ്യന്മാരാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചത്? ഉടൻ തന്നെ ലയണൽ മെസ്സി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്റർ മിയാമിയുടെ പുതിയ കോച്ചായി ടാറ്റോ മാർട്ടിനോ വന്നതിന് ശേഷമാണ് ഇന്റർ മിയാമിക്ക് ഈ മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അതുമാത്രമല്ല, നിരവധി മികച്ച താരങ്ങളെയാണ് ഇന്റർ മിയാമി ഈ സീസണിന് മുമ്പ് സൈൻ ചെയ്തിരുന്നത്. ഇത് രണ്ടുമാണ് ഇന്റർ മിയാമിക്ക് കപ്പ് നേടിയെടുക്കാൻ സാധ്യമായ കാര്യങ്ങൾ. ടാറ്റോ മാർട്ടിനോ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏറ്റവും കൂടുതൽ തവണ പന്ത് കൈവശം വെച്ചുകൊണ്ട് മികച്ച കളി പുറത്തെടുക്കുന്ന ഒരു ടീമിനെയാണ് എനിക്കാവശ്യമെന്ന്. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ടൂർണമെൻറ്റിലുടനീളം ഇതുവരെയും കളിച്ചിട്ടുള്ളത്. എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല ഇന്റർ മിയാമി ഈ ഷീൽഡ് കപ്പ് നേടിയെടുത്തത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയപ്പോഴും പരിക്ക് പറ്റിയപ്പോഴും ഞാൻ ടീമിലുണ്ടായിരുന്നില്ല. മാത്രമല്ല, ലൂയിസ് സുവാരസ് ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയപ്പോഴും അദ്ദേഹവും ടീമിലുണ്ടായിരുന്നില്ല. എന്നിട്ടും ടീം പൊരുതി. അവർ വിജയങ്ങൾ നേടിയെടുത്തത് ഞാനും സുവാരസും ഒന്നും ഇല്ലാതെ തന്നെയാണ്. ഏറ്റവും മികച്ച ടീമായി മാറാൻ ഇന്റർ മിയാമിക്ക് പുതിയ കോച്ചിൻ്റെ കീഴിൽ സാധിച്ചു. അതുതന്നെയാണ് ഈ ടീമിൻ്റെ വിജയരഹസ്യവും.